ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഞാൻ മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടു. ഡയറക്ടർ AK വിനോദ്, ഗംഭീര ഡയറക്ഷൻ. ഇറ്റ്സ് ഒന്നും എനിക്ക് പറയാനില്ല. എസ്പെഷ്യലി ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഹൂഎവർ അതിൻ്റെ ആൾക്കാർ ആരൊക്കെയാണ്, നിങ്ങൾക്കൊക്കെ ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. ഗംഭീര വർക്ക്. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 80-90കളിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിന് അത്ര രസമായിട്ട് അതൊരു വല്ലാത്ത ടീം എഫേർട്ടും ഡീറ്റെയിലിങ്ങും ആയിപ്പോയി. ഒന്നും പറയാനില്ല, ഗംഭീരം. റൈറ്റർ സുനിൽ ഗോപാലകൃഷ്ണൻ, മാത്യു വർഗീസ് ആൻഡ് AK വിനോദ് തന്നെയാണ് സ്റ്റോറി. പിന്നെ പ്രൊഡ്യൂസർ നമ്മളുടെ ലെസ്റ്റിൻ സ്റ്റീഫനും ലിജോ ജോസ് പല്ലിശ്ശേരിയൊക്കെയാണ്. വെരി ഗുഡ്. പിന്നെ പ്രശാന്ത് പിള്ളയാണ് കമ്പോസർ. ഗംഭീര BGMഉം നല്ല കുറേ പാട്ടുകൾ. ഒരു മ്യൂസിക്കൽ ഫിലിം തന്നെയാണ്. നമുക്കിപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ സ്റ്റെപ്പ് അപ്പ്, മറ്റേ ടു ദ സ്ട്രീറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ട്, ഇംഗ്ലീഷിലുള്ള സ്റ്റെപ്പ് അപ്പ്. അങ്ങനത്തെയൊക്കെ ഒരു സിനിമകളുടെ ഒരു ഇൻഫ്ലുവൻസൊക്കെ വെച്ചിട്ട് ചെയ്തൊരു ഫിലിം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് അതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി അൻസർ ഷാ, വെരി നൈസ്. എഡിറ്റർ കിരൺ ദാസ്, ദീപു ജോസഫ്. എഡിറ്ററിന് ഹാറ്റ്സ് ഓഫ് ചെയ്യാനുള്ളത് ആ ക്ലൈമാക്സ് പോർഷൻ. ഈ സിനിമയുടെ ക്ലൈമാക്സ് നമ്മൾ കണ്ണ് നിറഞ്ഞുകൊണ്ടേ കാണത്തുള്ളൂ ഇവിടെ. എനിക്ക് ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറയും, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ച, നല്ല രീതിയിൽ വേവ്സൊക്കെ എടുക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഈ സിനിമ കണക്റ്റ് ആവും. ഞാനും ഇതുപോലെ മൈക്കിൾ ജാക്സൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കണ്ട് ഭ്രാന്തെടുത്ത് വേവ്സ്, പോപ്സ്, പിന്നെ മറ്റേ റോബോട്ട് സാധനങ്ങൾ ഒക്കെ ചെയ്ത് നടന്നൊരുത്തനാണ്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി എന്നാണ് എനിക്ക് പറയുള്ളൂ. ബിക്കോസ് എവിടെയൊക്കെയോ ഞാൻ എന്നെ കണ്ടു ഈ സിനിമ, ടു ബി ഓണസ്റ്റ്. അത്രയ്ക്കും അന്നത്തെ കാലത്ത് ഈ പറയുന്ന ബ്രേക്ക് ഡാൻസ്, ഈ ഒരു ബോയിങ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ബോയിങ് ഒക്കെ 90s കാലഘട്ടത്തിലാണ്. പിന്നെ ബോയ്, മറ്റേ കൊറ്റക്കാല്, വിൻഡ് മില്ല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇതാവുന്നത്. എസ്പെഷ്യലി സ്റ്റെപ്പ് അപ്പ് ആ ഒരു സിനിമയൊക്കെ വന്നതിന് ശേഷം. ഐ ലവ് ദിസ് മൂവി മാൻ. ഇറ്റ് വാസ് വെരി നൈസ്. ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ചെറയൽ, അതിനനുസരിച്ച് വരുന്ന തല്ലുകൊള്ളൽ, തല്ലുകിട്ടൽ, തല്ലുകൊടുക്കൽ, ഓട്ടം, ചാട്ടം, പോലീസ് സ്റ്റേഷനിൽ കയറ്റം, എല്ലാ തൊട്ടിത്തരവും ഈ സിനിമയിൽ അത്യാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇതിൽ പ്രണയം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അത്രയും ഇന്നസെൻസ് ആയിട്ട്. അതായത് അന്ത കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പോലെയല്ല, ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പ് കോള്, വീഡിയോ കോൾ, അതൊന്നുമില്ല. വിളിക്കണം ലാൻഡ് ലൈനിൽ. ആ ഒരു ഗട്ട്സ് ഉണ്ടല്ലോ. വീട്ടുകാരായിരിക്കും എടുക്കണത്, ചിലപ്പോൾ മിണ്ടൂല. വീട്ടുകാരാണ് എടുക്കണമെങ്കിൽ സൈലൻ്റ് ആയിരിക്കും റിസീവറിൻ്റെ. അപ്പോൾ നമ്മൾ ഹലോ ഇതാരിത് എന്ന് പറഞ്ഞ് വെക്കും. അത് സിഗ്നലാണ്. അടുത്തത് പുള്ളിക്കാരി എടുക്കും. പുള്ളിക്കാരിക്ക് മനസ്സിലാവും ഇന്ന ആളാണ് വിളിക്കണതെന്ന്. അതൊക്കെ ആയിരുന്നടേ അന്ന്. പിന്നെ ഒരു കാലഘട്ടം ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു 90s കയറിയ സമയത്ത് മിസ് കോളായി. ഒരു മിസ് കോൾ അടിക്കും. അപ്പം നൈസായിട്ടുള്ള റൂമിൽ അവിടെ എവിടെയെങ്കിലും എത്തിക്കോണം. പിന്നെ അങ്ങോട്ട് സൊള്ളലാണ്. പിന്നെ റിലയൻസിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് റിലയൻസ് ടു റിലയൻസ് ഫ്രീ ആയിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ റിലയൻസ് ടു റിലയൻസ് ഫ്രീ ആയിരുന്നു. അംബാനി നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമായിരുന്നു അത്. അന്ന കാലത്തുള്ള ചേട്ടന്മാരെ. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെയൊക്കെ കാലം ഞാൻ കണ്ട്, പുള്ളിയൊക്കെ അങ്ങനെയായിരുന്നു. ഫുൾ ടൈം ഒരാളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒരുപാട് സാധനങ്ങളുണ്ട് 90s ആ ഒരു കാലഘട്ടത്തിൻ്റെയൊക്കെ പറ്റി പറയാനാണ്. ഞാൻ ഈ സിനിമ നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയത്. എനിക്ക് ദാറ്റ്സ് വൈ ദിസ് മൂവി വർക്ക് ഫോർ മീ. അല്ലാതെ ഞാൻ ഇതിനെ ഒരു അത്യുഗ്രൻ എനിക്കിതൊരു ഗംഭീര സിനിമയായിട്ട് ഫീൽ ചെയ്തു. ദാറ്റ് ഈസ് ഞാൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ, ഞാനെന്ന് പറയുന്ന ഓഡിയൻസിനെ ഈ സിനിമ അത്രയ്ക്കും റിലേറ്റബിൾ ഫാക്ടർ ഉള്ളത് കൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നൊരുത്തനാണ്. ആൻഡ് അതെൻ്റെ നാടാണ്. ആ നാട്ടിലെ നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പിള്ളേർ സെറ്റ് സമയത്ത് ഇത് കുറച്ചും കൂടെയൊക്കെ ഒന്നൊരു, ഞാൻ പറയില്ലേ, ഫോണ് ആ കാലഘട്ടമാണ് നമുക്ക്. പിന്നെ നമ്മൾ ആ എവല്യൂഷനിൽ വളരെ രസമായിട്ടുണ്ട്. അതായത് നമ്മളെ കാലഘട്ടത്തിൽ ഫ്രണ്ട് ക്യാമറ, വീഡിയോ കോൾ, അതൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഡെവലപ്പായി ഇപ്പം നമ്മളൊന്നിങ്ങനെ നിൽക്കുന്നു. സോ ബട്ട് ഡാൻസ് വാസ് സംതിങ് എൽസ്. ആൻഡ് ഈ സിനിമ പറയുന്ന ഒരു കാസ്റ്റിസത്തിൻ്റെയൊക്കെ പറ്റിയിട്ടുള്ള സാധനങ്ങൾ, ഇറ്റ് ഈസ് ജസ്റ്റ് സോ ഗുഡ് മാൻ. ദാറ്റ് ഫൈനൽ ഡാൻസ് വാസ്, എനിക്കറിഞ്ഞൂടെ അത്രയും, ഞാൻ ഭയങ്കരമായിട്ടത് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ആ തിയേറ്ററിൽ ഇരുന്നത്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കുഡോസ് ടു ദി എൻറ്റയർ ടീം. അഭിനയിച്ചിരിക്കുന്ന ചെറുക്കന്മാരെല്ലാവരും, ഐ തിങ്ക് എല്ലാം പുതുമുഖങ്ങളാണെന്നാണ് എൻ്റെ സംശയം. ഗംഭീര പെർഫോമൻസ്. എന്തായാലും പറയേ,
നല്ല പൊളപ്പം പടം, ഞെരിപ്പ് സാധനം, ഒന്നും പറയാനില്ല. നിങ്ങൾ നമ്മളെ തിരുവനന്തപുരം പയലുള്ള പടങ്ങൾ നല്ല സെറ്റായിട്ട് നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതൊരു വിജയമായിരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. വളരെ റാൻഡമായിട്ട് മൂൺ വാക്ക്, മൈക്കിൾ ജാക്സൺ, ആ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ പോയി കണ്ടത്. ലൈക്ക് ഐ സെഡ്, ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഓൺ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ഒരു ഡാൻസ് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ തന്നെ സ്റ്റേജിൽ ഈ പറയുന്ന ത്രില്ലറും മറ്റേ ബീറ്റിറ്റും പിന്നെ മറ്റേ ഡേഞ്ചറസൊക്കെ കളിച്ച ആൾക്കാരാണ്. അപ്പം അതാണ് ആ ഒരു സാധനം കണക്റ്റായി. അതുകൊണ്ട് ഐ ലവ് ദിസ് മൂവി. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും താഴെ ഡെഫിനറ്റ്ലി പറയുക. അതും മാത്രമല്ല, ഇത് തികച്ചും എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം.